വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നമ്മളിപ്പോ ക്രിസ്മസ് എക്സാമിന് തിരക്കുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 18-ാം തീയതി നമുക്ക് ഫിസിക്സ് ആണുള്ളത്. അപ്പൊ ആ സമയം നമുക്ക് 3 എക്സാം ഉണ്ട് അല്ലെ. ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും ബയോളജിന്റെയും ഒക്കെ എക്സാം നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് സയൻസ് ഒക്കെ നമുക്ക് ലീവ് കിട്ടുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ലീവ് കിട്ടുന്ന സമയങ്ങളിൽ പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. കാരണം തലേന്നിരുന്ന് എല്ലാം കൂടെ പഠിക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിസത്തിൽ നിങ്ങൾക്ക് 10 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. സോ നമുക്ക് നോക്കാല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ 2 മാഗ്നറ്റ്സ് ഉണ്ട്. നമ്മുടെ കയ്യിൽ 2 മാഗ്നറ്റ്സ് ഉണ്ട്. ഈ 2 മാഗ്നറ്റ്സിന്റെ ഇടയിൽ ഇതാ ഒരുപാട് വരകൾ കാണാൻ പറ്റും. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, എയുടെയും ബിയുടെയും പോൾ എഴുതുക, ധ്രുവത എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ 2 മാഗ്നറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട് അല്ലെ. 2 മാഗ്നറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതെന്താണ്, 2 ആണ്. ഇത് എ ആണെങ്കിൽ ഇത് എ ആണ് ആൻഡ് ദിസ് ഇസ് ബി. ഇതിന്റെ പോളുകളാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി നോക്കേണ്ടത് ഇതാ ഈ വരകളിലേക്കാണ്. ഈ വരകളാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നത്. ഈ ബലരേഖകളുടെ ഡയറക്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ബോളാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ബലരേഖകൾ അല്ലെങ്കിൽ ഇതിന്റെ ഈ വരകളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എങ്ങനെയായിരിക്കണം, നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലായിരിക്കണം അവസാനിക്കേണ്ടത്. അതറിഞ്ഞൊരു കുട്ടിക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത് അല്ലെ. എയിൽ നിന്നാണ് തുടങ്ങുന്നത്, ബിയിലാണ് വന്നു ചേരുന്നത്. സോ ദാറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എ ആണ് ഇവിടെ നോർത്ത് പോൾ ആൻഡ് ബി ആണ് ഇവിടെ സൗത്ത് പോൾ എന്ന്. സെറ്റല്ലേ? റെഡി? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ 2 മാഗ്നറ്റ് തന്നു കഴിഞ്ഞാൽ ഇവരുടെയും ധ്രുവത എഴുതണം. എ ഏത്, ബി ഏത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രേഖകൾ കണ്ടോ, ഈ വരകൾ കണ്ടോ, ഈ വരകളാണ് നമ്മുടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നത്. ഈ വരകൾ ഇതുപോലെ ഇങ്ങനെ അവർ അകന്നു പോവുകയാണെങ്കിൽ ഇതെന്താണ്, അവരൊരു ബോണ്ട് ഉണ്ടാക്കുകയാണ് അല്ലേ. ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും, നോർത്ത് സൗത്ത് അങ്ങനത്തെ രീതിയിലാണ് വരിക. എന്നാൽ ഇതുപോലെ ഒരു പരിചയമില്ലാതെ അവരിങ്ങനെ അകന്ന് പോവുകയാണെങ്കിൽ മനസ്സിലാക്കണം, ഇവർ 2ഉം സെയിം പോളുകളാണ്. ഒന്നുമില്ലെങ്കിൽ നോർത്തും ഒന്നുമില്ലെങ്കിൽ 2ഉം സൗത്തും ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഇത് നോർത്താണോ സൗത്താണോ നമ്മൾ മനസ്സിലാക്കുക? അതിനാണ് നമ്മളുടെ ഡയറക്ഷൻ. മുദ്ര ശ്രദ്ധിക്കണം നിങ്ങൾ. മുദ്ര കണ്ടോ നിങ്ങൾ? ഏത് മുദ്രയാ? ഇത് അകന്നു പോകുന്ന മുദ്രയാണ് അല്ലെ. കാന്തിക ബലരേഖകൾ എന്നിൽ നിന്നാണ് എപ്പോഴും അകന്നു പോവുക, എസ്സിലാണ് വന്ന് ചേരുക. അങ്ങനെയാണെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക, നോക്കി അകന്നു പോവുകയാണ് അല്ലെ. ഇവരിൽ നിന്നെന്താണ്, ദൂരേക്ക് പോവുകയാണ്. സോ 2 എന്താണ്, നോർത്താണ്. മനസ്സിലായല്ലോ? 2 എന്താണ്, നോർത്താണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് എ കറക്റ്റ് ഫിഗർ. ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫിഗർ. ശരിയായ ചിത്രം തിരഞ്ഞെടുക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കാല്ലേ നമുക്ക്. ഇതെന്താണ്, ഒരു ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റിൽ 2 ആണികൾ വീതം ഇങ്ങനെ ഒട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഒട്ടി പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നോർത്തിൻ്റെ അടുത്ത് സൗത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ. നോർത്തിൻ്റെ അടുത്ത് എന്ത് വരണം, സൗത്ത് മാത്രം വരണം. ഇത് നോർത്താണ് വിചാരിച്ചോ, ഈ ആണി ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് സൗത്ത് ആയിരിക്കണം. ഈ ആണിയും ഇവിടെ നിൽക്കണമെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ എന്തായിരിക്കണം, എൻ്റെ സൗത്ത് ആയിരിക്കണം. ഇത് സൗത്ത് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് നോർത്ത്, അങ്ങനെയാണെങ്കിൽ ഇത് നോർത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുമോ? ഇല്ല. അവരെന്ത് ചെയ്യും, ഇതുപോലെ വികർഷിച്ച് റിപ്പൽ ചെയ്ത് പോവുകയാണ് ചെയ്യുക. സോ ഹിയർ വി ഹാവ്, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. ഇനി യു മാഗ്നറ്റിലാണ് നമ്മൾ ഇത് വെച്ചതെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. എന്താണ്, ഇത് നോർത്ത് ആണെങ്കിൽ ഓഫ് കോഴ്സ് ആണ് ഇവിടെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് സൗത്ത് ആണെങ്കിൽ ഇതെന്താണ്, നോർത്ത് ആണ്. ആൻഡ് ഇത് സൗത്ത് ആണെങ്കിൽ അപ്പുറത്തെ എൻ്റെ എന്താണ്, നോർത്ത് ആണ്. ആൻഡ് ഇത് നോർത്ത് ആണെങ്കിൽ അപ്പുറത്തെ എൻ്റെ എന്താണ്, സൗത്ത് ആണ്. നോർത്തും സൗത്തും വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണോ ചെയ്യുക? ഒരിക്കലും അവർ നോക്കി നിൽക്കത്തില്ല. അവരെന്ത് ചെയ്യും, അവർ വന്നിങ്ങനെ അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. സോ ഹിയർ വി ഹാവ് ഇതാണ് നമ്മൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ വരും ചിത്രം. എങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ബാർ മാഗ്നറ്റിലാണെങ്കിൽ ചിത്രം വരിക ഇങ്ങനെയായിരിക്കും.
എന്നാൽ യു മാഗ്നറ്റിലാണെങ്കിൽ നമ്മുടെ ആണികൾ ഇതാ ഇങ്ങനെയായിരിക്കും. ഈ ഒരു സംഭവം പഠിച്ചു വെച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ എന്താവില്ല, തെറ്റുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെരി ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഈസ് ദ അറേഞ്ച്മെന്റ് ഷോൺ? നമുക്കറിയാം ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെ. ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് എന്താണ്, മാഗ്നറ്റ് ആക്കി മാറ്റുകയാണ് അല്ലെ. ദാ ഇതിലൂടെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, ദാ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുകയാണ് അല്ലെ. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണത്. ഇതിന് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഒരു സെല്ല് വേണം, കോപ്പർ വയർ വേണം, ഇതാ ഇവിടെ ഒരു അയൺ കോർ അല്ലെ, നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ, ഒരു പച്ചിരുമ്പിന്റെ ദണ്ഡം നമ്മൾ അല്ലെങ്കിൽ പച്ചിരുമ്പിന്റെ ഒരു ആണിയും നമ്മൾ എന്തുണ്ട് എടുത്തിട്ടുണ്ട്. മനസ്സിലാക്കി വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളോട് ചോദിക്കുന്നതാണ്, ഇതിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് 2 രീതികൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇതിലൂടെയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചുറ്റിവെച്ച ഈ ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ് കൂട്ടുക, വയറിന്റെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ എഴുതി കൊടുക്കാൻ പറ്റും. തെറ്റിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സോഫ്റ്റ് അയൺ, പച്ചിരുമ്പും സ്റ്റീലും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. വിച്ച് ഈസ് യൂസ് ടു മേക്ക് ദ പെർമനന്റ് മാഗ്നറ്റ്? സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും തെറ്റിക്കരുത്. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ സ്ഥിരം സ്റ്റീലിനെയാണ് ഉപയോഗിക്കുക. എന്നാൽ ടെമ്പററി മാഗ്നറ്റ്, താൽക്കാലിക കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഓഫ് കോഴ്സ് എന്തായിരിക്കും, സോഫ്റ്റ് അയൺ, പച്ചിരുമ്പിനെ ആയിരിക്കും എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതുപോലെ ചോദിക്കുന്ന ചോദ്യമാണ് ഇതും. സോഫ്റ്റ് അയൺ, പച്ചിരുമ്പ്, സ്റ്റീൽ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോഫ്റ്റ് അയൺ, പച്ചിരുമ്പ് നമ്മൾ ആരെ ഉണ്ടാക്കാനോ ഉപയോഗിക്കുക, പച്ചിരുമ്പ്, സ്റ്റീല് അല്ലെ. നമുക്കറിയാം പച്ചിരുമ്പ്, സോഫ്റ്റ് അയൺ നമ്മൾ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിൽ ഉപയോഗിക്കുന്ന ആളാണ് അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പററി മാഗ്നറ്റ്. അതൊക്കെ എന്ത് വേണം, നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി ഓടി വരണം. ഈ സോഫ്റ്റ് അയണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, പെട്ടെന്ന് മാഗ്നറ്റ് ആവാൻ പറ്റും, പെട്ടെന്ന് കാന്തമാവാൻ പറ്റും ആളാണ് നമ്മുടെ സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ വശഘത എന്ന് പറയും. അപ്പൊ സസെപ്റ്റിബിലിറ്റി ഹൈ ആയിട്ടുള്ള ആളാണ് നമ്മളുടെ സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത്. എന്നാൽ കിട്ടിയ പ്രോപ്പർട്ടി നിലനിർത്താനുള്ള കഴിവ്, അതൊരു വല്ലാത്ത കഴിവാണ് അല്ലെ. ആ കഴിവ് കൂടുതലുള്ള ആളാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ റിറ്റൻറ്റിവിറ്റി ഹൈ ആയിട്ടുള്ള ആളാണ് സ്റ്റീല്. അതുപോലെ തന്നെ വശഘത ലോ ആയിട്ടുള്ള ആളാണ് സ്റ്റീല്. ഓക്കെ, ഒരാൾക്ക് കൂടിയത് മറ്റാൾക്ക് കുറവ്, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. റിറ്റൻറ്റിവിറ്റി ലോ ആണ് ആർക്ക്, പച്ചിരുമ്പിന് പെട്ടെന്ന് മാഗ്നറ്റ് ആവാൻ പറ്റും, പക്ഷെ കിട്ടിയ പ്രോപ്പർട്ടി കുറെ നേരം ഒന്നും നിലനിർത്താൻ ആവത്തില്ല. മനസ്സിലാക്കി വെക്കട്ടോ. അപ്പൊ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തരുന്നുണ്ട്. ഒന്ന് നമ്മുടെ സോഫ്റ്റ് അയൺ, മലയാളത്തിൽ നമ്മൾ പറയും പച്ചിരുമ്പ്, അതുപോലെ തന്നെ സ്റ്റീല് ഉരുക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്, ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ആൻസർ താഴെ കമന്റ് ചെയ്യുക. സോ ഞാൻ നോക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.